ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇത്തവണ അർജന്റീനയെ ഏറ്റവും കൂടുതൽ അലട്ടിയ കാര്യം അത് പരിക്കായിരുന്നു. പല സുപ്രധാന താരങ്ങളും പരിക്കിൻ്റെ പിടിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള സൗഹൃദ മത്സരങ്ങൾക്ക് വേണ്ടി വേൾഡ് കപ്പ് സ്ക്വാഡിന് പുറത്തുള്ള ചില താരങ്ങളെ പരിശീലകനായ സ്കലോണി വിളിച്ചിരുന്നു. സൗഹൃദ മത്സരങ്ങൾക്ക് വേണ്ടിയും ട്രെയിനിങ്ങുകൾക്ക് വേണ്ടിയുമായിരുന്നു ഇത്തരത്തിലുള്ള താരങ്ങളെ സ്കലോണി ഉൾപ്പെടുത്തിയിരുന്നത്. അത്തരത്തിലുള്ള ഒരു താരമാണ് നിക്കോളാസ് കപ്പാൾഡോ. ജർമ്മൻ ലീഗിൽ ഹാംബർഗറിന് വേണ്ടി കളിക്കുന്ന താരമാണ് നിക്കോളാസ് കപ്പാൾഡോ. നമുക്കറിയാം, സെന്റർ ബാക്ക് ആയിക്കൊണ്ടും സെൻട്രൽ മിഡ്ഫീൽഡർ ആയിക്കൊണ്ടും കളിക്കുന്ന താരമാണ് കപ്പാൾഡോ. ഇപ്പോൾ അദ്ദേഹം അർജന്റീൻ ക്യാമ്പ് വിട്ട് കഴിഞ്ഞു എന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അർജന്റീൻ മാധ്യമമായ TVC സ്പോർട്സ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇദ്ദേഹം ഇടം കണ്ടെത്തിയിട്ടില്ല, അദ്ദേഹത്തെ സ്കലോണി ഉൾപ്പെടുത്തിയിട്ടുമില്ല. സൗഹൃദ മത്സരങ്ങളിൽ അരങ്ങേറ്റം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. മാത്രമല്ല, ട്രെയിനിങ് ക്യാമ്പിൽ അദ്ദേഹം സജീവമായിക്കൊണ്ട് പങ്കെടുക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഫൈനൽ സ്ക്വാഡിൽ പിന്നീട് മാറ്റങ്ങൾ ഒന്നും വരുത്താൻ സ്കലോണി തയ്യാറായിട്ടില്ല. നമുക്കറിയാം, ബാലർഡിക്ക് പകരം സെനസിയെ സ്കലോണി കൊണ്ടുവന്നു. അതിനുശേഷം അദ്ദേഹം മാറ്റങ്ങൾ ഒന്നും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അർജന്റീനയുടെ വേൾഡ് കപ്പ് ക്യാമ്പിൽ നിന്നും കപ്പാൾഡോ പുറത്തു പോയിട്ടുണ്ട്. അദ്ദേഹം ക്യാമ്പ് വിട്ട് കഴിഞ്ഞു എന്നാണ് TVC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ സ്ക്വാഡിൽ ഇല്ലാത്ത 1-2 താരങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗോൾ കീപ്പറായ ബെൽട്രൻ അത്തരത്തിലുള്ള ഒരു താരമാണ്. ഏതായാലും അർജന്റീനയ്ക്ക് പ്രതീക്ഷകൾ നൽകുന്ന ഒരു താരമാണ് കപ്പാൾഡോ. ഭാവിയിൽ നമുക്ക് അർജന്റീനയുടെ നിരയിൽ ഈ താരത്തെ കാണാൻ കഴിഞ്ഞേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.